പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പേജ് നമ്പർ 20 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 6th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാലും ഞാൻ ആവുന്നിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സപ്പോസ് യു റൈറ്റ് ഡൗൺ ഓൾ ദ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര 9, 10, 11 എക്സെട്ര. ദ 10th ഡിജിറ്റ് യു റൈറ്റ് ഈസ് 1 ആൻഡ് 11th ഡിജിറ്റ് ഈസ് 0 ആസ് പാർട്ട് ഓഫ് ദി നമ്പർ 10. വാട്ട് വുഡ് ദ 1000th ഡിജിറ്റ് ബി? അറ്റ് വിച്ച് നമ്പർ വുഡ് ഇറ്റ് ഒക്കർ? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 1 തൊട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ എഴുതുമ്പോൾ ഇതിലെ 10th ഡിജിറ്റ് എന്ന് പറയുന്നത് 10ലെ 1 ആണ് ഇല്ലേ? ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ നമ്മൾ എഴുതി പോകുമ്പോൾ ഇവിടെ ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പം അല്ലേ 1, 2, 3, 4, 5, 6, 7, 8, 9 10th ഡിജിറ്റ് എന്ന് പറയുന്നത് 10ലെ 1 ആണ്. ഇതാണ് 10th ഡിജിറ്റ്. 11th ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതിലെ 0 ആണ്. 12th ഡിജിറ്റ് എന്ന് പറയുന്നത് 11ലെ 1 ആണ്. 13th ഡിജിറ്റ് എന്ന് പറയുന്നത് 11ലെ അടുത്ത 1 ആണ്. അപ്പോൾ ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും അല്ലേ? 10th ഡിജിറ്റ് 10ൻ്റെ 1 വരും, 11th ഡിജിറ്റ് 0 വരും, 12th ഡിജിറ്റ് 11ൻ്റെ 1 വരും, 13th ഡിജിറ്റ് 11ൻ്റെ അടുത്ത 1 വരും, അടുത്തത് 14th ഡിജിറ്റ് അപ്പോൾ എന്ത് വരും? 12ൻ്റെ ഈ 1 വരും, 15th ഡിജിറ്റ് എന്ന് പറയുന്നത് 12ൻ്റെ ഈ 2 വരും. ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പം 1000th ഡിജിറ്റ് ഏതായിരിക്കും എന്നുള്ളത് പറയണം. അത് ഏത് നമ്പറിലാണ് ഒക്കർ ആകുന്നതെന്നും പറയണം. അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമാണല്ലേ? അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 തൊട്ട് 9 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട് അത് കൗണ്ട് ചെയ്യാതെ നമുക്ക് പറയാം 9 ഡിജിറ്റ്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. ഡിജിറ്റ്സ് ഫ്രം 1 to 9. 1 to 9 വരെ നമുക്ക് 9 ഡിജിറ്റ്സ് ആണുള്ളതെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് ഡിജിറ്റ്സ് ഫ്രം അടുത്തത് 10 to 99. 10 to 99 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഡിജിറ്റ്സ് നമ്പേഴ്സാണ് മുഴുവൻ അല്ലേ? അപ്പോൾ 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു. എങ്ങനെയാണ്? 99 മൈനസ് 10 ചെയ്തിട്ട് ഒരു 1ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് കിട്ടും. അതായത് 99 മൈനസ് 10 പ്ലസ് 1. 99 മൈനസ് 10 ഈസ് 89. 89 പ്ലസ് 1 90. മൊത്തം 90 നമ്പേഴ്സ് ഉണ്ട്, ഡിജിറ്റ്സ് അല്ല, 90 നമ്പേഴ്സ് ഉണ്ട്. ഈ 90 നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. 10 തൊട്ട് 99 വരെ 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ഉണ്ട്. അപ്പോൾ അതിലെ ഡിജിറ്റിൻ്റെ നമ്പേഴ്സ് എത്രയായിരിക്കും? 90യെ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇത്രയും നമ്പേഴ്സിലെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 180 ഡിജിറ്റ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? 1 to 9 വരെ ഇവിടെ ഡിജിറ്റ്സ് എന്നാണ്. 9 ഡിജിറ്റ്സ് ഉണ്ട്. അടുത്തത് 10 തൊട്ട് 99 വരെ 180 ഡിജിറ്റ്സ് ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ഡിജിറ്റ്സ് ഇപ്പോൾ എത്രയായി? ടോട്ടൽ ഡിജിറ്റ്സ് ഫ്രം 1 to 99 എത്രയാണ്? 9 പ്ലസ് 180, ദാറ്റ് ഈസ് 189 ഡിജിറ്റ്സ്. അപ്പോൾ 1 തൊട്ട് 99 വരെ നമുക്ക് 189 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 1000th ഡിജിറ്റ് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ 1000 ഡിജിറ്റ്സിൽ 189 ഡിജിറ്റ്സ് 1 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഡിജിറ്റ്സ്, അതായത് റിമൈനിങ് ഡിജിറ്റ്സ് അപ്പോൾ എത്രയുണ്ട്? മൊത്തം 1000 ആയിരുന്നു. ഈ 1000ൽ നിന്ന്
189 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബാക്കിയുള്ളത്. അതായത് 811 ഡിജിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 811 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എവിടെ വരും? 3 ഡിജിറ്റ് നമ്പേഴ്സിൽ വരും അല്ലേ? അപ്പോൾ ഈ 811 ഡിജിറ്റ്സിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ 811നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇതിനകത്ത് കാണും. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ടു റീച്ച് 811 ഡിജിറ്റ്സ് ഇസ് ഇക്വൽ ടു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 811 ഡിവൈഡഡ് ബൈ 3. 811 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 3 2s are 6, 21, 7 3s are 21, 0. ഇനി നമ്മൾ 1 താഴേക്ക് ഇറക്കി എഴുതുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഡിവൈസറായ 3 1-നേക്കാട്ടിൽ വലുതാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോഷ്യൻറ്റിലൊരു 0 ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ ഒരു ഡിജിറ്റ് താഴേക്ക് ഇറക്കി എഴുതിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കോഷ്യൻറ്റിലൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എത്രയായി? 270 എന്ന് നമുക്ക് കിട്ടി. 270 × 3 ചെയ്താൽ 0, 7 3s are 21, 3 2s are 6 plus 2 8, 810 കിട്ടും. റിമൈൻഡർ 1 ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 270 എന്ന് കിട്ടി വിത്ത് 1 റിമൈനിങ് അല്ലേ? 1 റിമൈനിങ് നമ്പർ. അപ്പോൾ 811നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 270 എന്ന് കിട്ടി. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ 270 3 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെയുണ്ട്? ഈ 811 ഡിജിറ്റിനകത്തുണ്ട്. ഒരു ഡിജിറ്റ് ഇവിടെ റിമൈനിങ് ആയിട്ടും വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയുള്ളതാണ്? 100 തൊട്ട് ഉള്ള ഡിജിറ്റുകളാണ് അല്ലേ? 100 തൊട്ടുള്ള ഡിജിറ്റുകളാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 270th നമ്പർ എന്ന് പറയുന്ന 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്ത് വരും? 100 തൊട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഇവിടെ 1 തൊട്ട് 99 വരെ എത്രയുണ്ട്? 189 ഉണ്ട് എന്ന് നമ്മൾ എഴുതി. ഡിജിറ്റ്സുകൾ 189 ഉണ്ട്. നമ്പേഴ്സ് എത്രയുണ്ട്? ഇവിടെ 9 നമ്പേഴ്സ്, ഇവിടെ 90 നമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ 99 നമ്പേഴ്സ് ആണുള്ളത് അല്ലേ? സോ the 270th 3 ഡിജിറ്റ് നമ്പർ ഈസ് എത്രയായിരിക്കും? 270 എന്ന് പറയുന്നത് 100 തൊട്ടുള്ളതാണ്, 3 ഡിജിറ്റ് നമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1 തൊട്ട് 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 99ഉം 270യും കൂടെ ചേരുന്നതാണ് 270th 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എത്ര വരും? 369 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 369 നമ്പേഴ്സാണ് ഈ 1000th ഡിജിറ്റിലുള്ളത്. അപ്പോൾ ഒരു നമ്പർ ഇവിടെ റിമൈനിങ്ങും വന്നു. അപ്പോൾ ആ റിമൈനിങ് വരുന്ന ഈ ഒരു ഡിജിറ്റാണ് എത്രാമത്തെ ഡിജിറ്റ്? 1000th ഡിജിറ്റ് എന്ന് പറയുന്നത്. അതായത് 369 നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം? 999 ഡിജിറ്റ്സ് ഉണ്ട്. അതായത് 369 വരെയുള്ള നമ്പേഴ്സിൽ 999 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 1000th ഡിജിറ്റ് ഏതായിരിക്കും? ഇതിൻ്റെ അടുത്ത വരുന്ന ഡിജിറ്റിലെ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും 1000th ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഈസ് 370. Thus the 1000th digit is the first digit of 370, which is 3. 370യുടെ 3 ആണ് 1000th ഡിജിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമുക്ക് 1 തൊട്ട് 99 വരെ 189 ഡിജിറ്റ്സ് കിട്ടി. 1 തൊട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, 99 നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 189 ഡിജിറ്റ്സുമുണ്ട്. നമുക്ക് 1000th ഡിജിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 1000 ഡിജിറ്റിനകത്തു നിന്ന് 189 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 811 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 811 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്
3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ 1 തൊട്ട് 99 വരെയുള്ളത് 1 ഡിജിറ്റും 2 ഡിജിറ്റിൻ്റെയും നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ടോട്ടൽ 189 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 3 ഡിജിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ 811 ഡിജിറ്റ്സിനകത്തെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 811/3 ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 270യും 1 റിമൈൻഡറും കിട്ടി. അപ്പോൾ ഈ 270 എന്ന് പറയുന്നത് 270 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ആ 3 ഡിജിറ്റ് നമ്പേഴ്സും ബാക്കിയുള്ള നമ്പേഴ്സും കൂടെ ചേർത്ത് എത്രയുണ്ട്? 369 നമ്പേഴ്സ് ഉണ്ട്. അതായത് 1 തൊട്ട് 369 വരെയുള്ള നമ്പേഴ്സിനകത്ത് 999 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ 1 റിമൈനിങ്ങും ഉണ്ട്. ആ റിമൈനിങ് എന്ന് പറയുന്നത് എന്താണ്? 1000th ഡിജിറ്റിൻ്റെ ഡിജിറ്റാണ്. അതെന്ന് പറയുന്നത് 369 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റാണ്. ദാറ്റ് ഈസ് 370. 370യുടെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഡിജിറ്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 369 വരെയുള്ള നമ്പേഴ്സിൽ 999. ഈ 369 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പേഴ്സാണ് കേട്ടോ. ആ നമ്പേഴ്സിൽ 999 ഡിജിറ്റ്സ് ഉണ്ട്. 1000th ഡിജിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ 369 കഴിഞ്ഞുള്ള അടുത്ത നമ്പർ ദാറ്റ് ഈസ് 370. 370യുടെ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ വുഡ് കണ്ടെയ്ൻ ദ മില്യൺത് ഡിജിറ്റ്? മില്യൺത് ഡിജിറ്റിൽ വരുന്ന നമ്പർ ഏതായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ മുകളിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബി ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിജിറ്റ്സ് ഫ്രം 1 to 9. 1 to 9 വരെ എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 9 ഡിജിറ്റ്സ് ഉണ്ട്. അടുത്തത് 10 to 99. ഡിജിറ്റ്സ് ഫ്രം 10 to 99 എത്രയാണുള്ളത്? ആദ്യം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നോക്കണം അല്ലേ? 99 - 10 ദാറ്റ് ഈസ് 89. 89 + 1 90. 90 നമ്പേഴ്സ് ഉണ്ട്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 90 × 2 180 ഡിജിറ്റ്സ് ഉണ്ട്. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ? 99 - 10 + 1 ദാറ്റ് ഈസ് 90. 90 നമ്പേഴ്സ് ഉണ്ട്. ആ 90യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 180 കിട്ടുക. അടുത്തത് ഡിജിറ്റ്സ് ഫ്രം 100 to 999. ഇതെത്രയാണ്? 3 ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 999 - 100 + 1. അപ്പോൾ നമുക്ക് 899 900 എന്ന് കിട്ടും. 900 നമ്പേഴ്സ് ഉണ്ട്. 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ 900 × 3 ചെയ്താൽ ഡിജിറ്റ്സ് നമുക്ക് കിട്ടും. 9 3s are 27. എത്ര കിട്ടും? 2700 ഡിജിറ്റ്സ് കിട്ടും. അപ്പോൾ ഇവിടെ വരെയുള്ള നമ്മൾ കണ്ടുപിടിച്ചു. 3 ഡിജിറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി 4 ഡിജിറ്റ്സ്. അപ്പോൾ 1000 തൊട്ട് 9999 വരെയുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വരെയുള്ള നമ്പേഴ്സ് എത്രയായിരിക്കും? ദിസ് മൈനസ് ദിസ്. അതായത് 8999. അതിനൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9000. 3 ഡിജിറ്റ് ആയതുകൊണ്ട് 4 ഡിജിറ്റ് ആയതുകൊണ്ട് 9000 × 4. അപ്പം 9000 × 4. 9 × 4 36 എഴുതിയിട്ട് 3 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 36000 ഡിജിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് 10,000 to 99,999. ഇതിൽ എത്ര ഡിജിറ്റ്സ് കാണും? എങ്ങനെ കണ്ടുപിടിക്കാം? 9999 - 10,000 + 1. ഇത് ചെയ്യുമ്പോൾ 89,999 കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 90,000 എന്ന് കിട്ടും. 90,000 × 5 ഡിജിറ്റ് ആണ്. അപ്പോൾ 9 5s are 45. 45 എഴുതിയിട്ട് 4 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4,50,000 ഡിജിറ്റ്സ് ഉണ്ട്.
ഇവിടെ നോക്കിയാൽ 1 ഡിജിറ്റ് ആയിരുന്നു, അപ്പോൾ 9. 2 ഡിജിറ്റ്സ് ആയിരുന്നു, 2 ഡിജിറ്റ്സിനകത്ത് ടോട്ടൽ നമ്പേഴ്സ് 90 ഉണ്ട്, അപ്പോൾ 90 × 2 ചെയ്തപ്പോൾ 180 കിട്ടി. 100 തൊട്ട് 999 വരെ 3 ഡിജിറ്റ്സ് ആണ്. 100 തൊട്ട് 999 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 900 നമ്പേഴ്സ് ഉണ്ട്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2700 ഡിജിറ്റ്സ് എന്ന് കിട്ടും. അടുത്തത് 4 ഡിജിറ്റ്സ് ആണ്. 4 ഡിജിറ്റ്സിൽ 9000 നമ്പേഴ്സ് ഉണ്ട്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിലെ ഡിജിറ്റ്സ് നമുക്ക് കിട്ടും. അടുത്തത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതിനകത്ത് 90,000 നമ്പേഴ്സ് ഉണ്ട്. 5 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4,50,000 ഡിജിറ്റ്സ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഡിജിറ്റുകൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് മില്യൺത് ഡിജിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 5 ഡിജിറ്റ് നമ്പർ വരെയുള്ള നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ്സ് നമുക്ക് കിട്ടി എന്ന് നമുക്കൊന്ന് നോക്കാം. 9 + 180 + 2700 + 36,000 + 4,50,000 4,88,889 ഡിജിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 1 മില്യൺ എന്ന് പറയുന്നത് എത്രയാണ്? മില്യൺ എന്ന് പറയുന്നത് 10 ലാക്കാണ്. ഈ 10 ലാക്കിൽ 4,88,889 ഡിജിറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ബാക്കി റിമൈനിങ് ഡിജിറ്റ്സ് എത്രയാണ് എന്ന് നമുക്ക് നോക്കണം. 1 മില്യൺ എന്ന് പറയുന്നത് ഇതാണ് 1 മില്യൺ, ദാറ്റ് ഈസ് 10 ലാക്ക്. ഇതിൽ നിന്ന് 4,88,889 സബ്ട്രാക്റ്റ് ചെയ്യണം. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 10 ലാക്ക്, അതിൽ നിന്ന് 4,88,889 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇവിടെ 0 ആകുന്നു, ഇവിടെ 10 ആകും. 10ൽ നിന്ന് എടുക്കുമ്പോൾ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10. 10 - 9 is 1, 9 - 8 is 1, 9 - 8 is 1, 1, 1, 9 - 4 is 5. എന്ത് കിട്ടി? 5,11,111 എന്ന് കിട്ടി. അപ്പോൾ റിമൈനിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5,11,111 ആണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ എത്ര വരെയുള്ള ഡിജിറ്റ്സാണ് കണ്ടുപിടിച്ചത്? 5 ഡിജിറ്റ് വരെയുള്ള നമ്പേഴ്സിൻ്റെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ബാക്കി ഇനി വരുന്നത് അപ്പോൾ എന്തായിരിക്കും? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 5,11,111 ഡിജിറ്റിനകത്ത് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ഡിവിഷൻ ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ? ഇതിനകത്ത് ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്താ വരിക? 511,111 ഡിവൈഡഡ് ബൈ 6. 8 കൊണ്ട് ചെയ്യാം. 6 8 are 48. 51 - 48 is 3. ഇനി നമ്മൾ 1 താഴേക്ക് എഴുതുന്നു. 31ൽ 5 times 31, 1 time 6, 5, again 1. 51ൽ 8 times 48, 3, 31, 5, 30. റിമൈൻഡർ നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ 5,11,111 എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 85,185 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഈസ് ഈക്വൽ ടു 85,185 വിത്ത് 1 റിമൈനിങ്. ഇവിടെ 1 ഡിജിറ്റ് റിമൈനിങ് ആയിട്ടുണ്ട്. അതായത് റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അപ്പോൾ നമ്മുടെ മൊത്തം നമ്പേഴ്സ് എത്രയായി? ഡിജിറ്റ്സ് അല്ല, നമ്പേഴ്സ് എത്രയായി? ഇവിടെ എത്രയായിരുന്നു നമ്പർ? ഇവിടെ 9 നമ്പർ, ഇവിടെ 90 നമ്പർ, ഇവിടെ 900 നമ്പർ, ഇവിടെ 9,000 നമ്പേഴ്സ്, ഇവിടെ
90,000 നമ്പേഴ്സ്. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ? ഡിജിറ്റ്സ് അല്ല, നമ്പേഴ്സ് നമുക്ക് കിട്ടിയത് ഇവിടെ ഇങ്ങനെയായിരുന്നു. ഞാനത് റബ്ബ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. എങ്ങനെയാണ് നമ്പേഴ്സ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. 99 - 10 + 1 ചെയ്യുമ്പോൾ ഇത് കിട്ടും. 999 - 100 + 1 ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഓരോ 1 ഡിജിറ്റിൽ 9 നമ്പേഴ്സ് ഉണ്ട്, 2 ഡിജിറ്റ്സിൽ 90 നമ്പേഴ്സ് ഉണ്ട്, 3 ഡിജിറ്റ്സിൽ 900 നമ്പേഴ്സ് ഉണ്ട്, 4 ഡിജിറ്റിൽ 9000 നമ്പേഴ്സ് ഉണ്ട്, 5 ഡിജിറ്റിൽ 90,000 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് 6 ഡിജിറ്റിൽ 85,185 നമ്പേഴ്സ് ഉണ്ട്. അപ്പം മില്യൺത് ഡിജിറ്റ്സിൽ, അതായത് 10 lakh നമ്പർ ഡിജിറ്റ്സിൽ എത്ര നമ്പേഴ്സ് അപ്പോൾ ഉണ്ട്? നമ്പേഴ്സ് ഇൻ മില്യൺ ഡിജിറ്റ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ നമ്പേഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്രയാണ്? 9 + 90 + 900 + 9000 + 90,000 പ്ലസ് ഇപ്പോൾ ഈ കിട്ടിയ 85,185 എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ 85,185, 90,000, 9,000, 900, 99, 9 + 5 14, 8 + 1 9, 9 + 9 18, 9 + 1 10, 10 + 1 11, 9 + 1 10, 10 + 5 15, 9 + 1 10, 10 + 8 18. എന്ത് കിട്ടി? 185,184 എന്ന് കിട്ടി. അതായത് 185,184 നമ്പേഴ്സ് ഉണ്ട് മില്യൺത് ഡിജിറ്റ്സിനകത്ത്. മനസ്സിലായല്ലോ? മില്യൺത് ഡിജിറ്റ്സിനകത്ത് 185,184 നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് കിട്ടിയപ്പോൾ നമുക്കിവിടെ ഒരു ഡിജിറ്റ് റിമൈനിങ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ മില്യൺ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് നമ്പറിനകത്തായിരിക്കും. ദ മില്യൺ ഡിജിറ്റ് ഒക്കർ ഇൻ ദ നമ്പർ 185,184 + 1. ദാറ്റ് ഈസ് 185,185. അപ്പം മില്യൺത് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏത് നമ്പറിലാണ് ഒക്കറാകുന്നത്? 185,185 നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് നമ്പർ വുഡ് കണ്ടെയ്ൻ ദ മില്യൺത് ഡിജിറ്റ്? ഏത് നമ്പറാണ്? 185,185 എന്ന് പറയുന്ന നമ്പറിലാണ് മില്യൺത് ഡിജിറ്റ്. മില്യൺത് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെയുള്ള ഡിജിറ്റ്സ് കണ്ടുപിടിച്ചു. 5 ഡിജിറ്റ്സ് നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. 5 ഡിജിറ്റ് നമ്പർ വരെ ഇത്രയും ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പം മില്യൺ ഡിജിറ്റിൽ നിന്ന് ഇത് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ബാക്കി ഇത്രയും ഡിജിറ്റ്സ് കിട്ടും. ഇതെന്ന് പറയുന്നത് 6 ഡിജിറ്റ് നമ്പേഴ്സാണ്. ആ 6 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 85,185 എന്ന് കിട്ടി. അപ്പോൾ 6 ഡിജിറ്റ് നമ്പേഴ്സിൽ, അതായത് ഇത്രയും ഡിജിറ്റ്സിൽ ഇത്രയും 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് എത്ര കിട്ടി? മുകളിൽ കിട്ടിയ ഇതും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് 9, 90, 900 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത്രയും നമ്പേഴ്സാണ് മില്യൺ ഡിജിറ്റിനകത്തുള്ളത്. ഒരു ഡിജിറ്റ് റിമൈനിങ് ആയിട്ടും വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കിട്ടിയ നമ്പേഴ്സിൻ്റെ അടുത്ത നമ്പറിലായിരിക്കും മില്യൺ ഡിജിറ്റ് ഉണ്ടാവുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആവുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.